വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ് അഖില മിസ് ആണ്. സോ യെസ്, നമ്മുടെ വെക്കേഷൻ ഒക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. അപ്പൊ നമ്മുടെ LP-യിൽ നിന്ന് UP-യിലേക്ക് മാറുന്നതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഉള്ളത് അല്ലെ. ഇപ്പൊ 4-ൽ നിന്ന് 5-ലേക്ക് കടക്കുമ്പോൾ നോർമലി ഉണ്ടാവുന്ന പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് കുറേ സബ്ജക്റ്റ് ഒക്കെ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതാ പയ്യെ നമ്മുടെ ചാനലിലൂടെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കുറേ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ലെങ്കിലും നേരത്തെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, നമ്മുടെ ഓരോ ടെക്സ്റ്റ് ബുക്കിലും എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്. പലർക്കും ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ചിലർക്കൊക്കെ ചിലപ്പോൾ എന്താണ്, ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും ഒക്കെ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവരുണ്ടായിരിക്കും. എന്നാലും നമുക്ക് മറിച്ച് നോക്കാൻ ഒരു മടിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ആണ്, സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കറിയാം, നമുക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബേസിക് സയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ 4-ാം ക്ലാസ്സിൽ EVS എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സബ്ജക്ട് അല്ലെ. അപ്പൊ EVS നമുക്ക് 5-ാം ക്ലാസ് മുതൽ ഇല്ല, അതിനെ നമ്മൾ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 സബ്ജക്റ്റ് ആണുള്ളത്. ഒന്ന് സോഷ്യൽ സയൻസ് ആണ്, മറ്റൊന്നതാ നമ്മളുടെ ബേസിക് സയൻസ് ആണ്. അപ്പൊ ഇന്ന് മിസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബേസിക് സയൻസ്, മലയാളത്തിൽ നമ്മൾ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 5-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന പുതിയ ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ അടിസ്ഥാന ശാസ്ത്രം അല്ലെങ്കിൽ ഈ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്ക് 2 ഭാഗങ്ങളായിട്ടാണ്, 2 പാർട്ടായിട്ടാണ് ഉള്ളത്. അതിൽ പാർട്ട് 1-ൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ 5-ാം ക്ലാസ്സിലേക്ക് പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളായിട്ട് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഇപ്പൊ തുറന്നു നോക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്തായിരിക്കും, ഒരു ക്യൂരിയോസിറ്റി ഒക്കെ നമുക്ക് വരും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ എന്തായിരിക്കും, ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങില്ലേ. അപ്പൊ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളത്. അപ്പൊ ഇതാ നോക്കിയോ നിങ്ങൾ, നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തില് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ചാപ്റ്റർ ആണ് ദ ചെയിൻ ഓഫ് ലൈഫ്. മലയാളത്തിൽ നമ്മൾ ഒരു ജീവിയും എന്ന് പറയും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, നമ്മളിപ്പോ നിങ്ങളെ ചുറ്റുപാടും ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ജീവിനെ വേറൊരു ജീവി ആഹാരമാക്കുന്നുണ്ട്, അതുപോലെ തന്നെ സസ്യങ്ങൾ ആഹാരമാക്കുന്ന ജീവികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആഹാര ശൃംഖലകളെ പറ്റി, ഫുഡ് ചെയിൻസിനെ പറ്റി ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. ബയോട്ടിക് ആൻഡ് അബയോട്ടിക് ഫാക്ടേഴ്സ്, ജീവനുള്ള ആളുകൾ, ജീവനില്ലാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞ EVS-ൽ 4-ൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയില്ലേ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. 2-ാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ അല്ലെ, എവേ ഫ്രം ഡിസീസസ്. ഒന്നുമില്ല, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങളെ പറ്റി, അത് പകരാനുള്ള സാഹചര്യങ്ങള്, അതിന്റെ കാരണക്കാരല്ലേ, റീസൺസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. കുറച്ചും കൂടെ എന്താണ്, നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗങ്ങളൊക്കെ പടരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ അല്ലെ. അത് കഴിഞ്ഞാൽ വാട്ടർ ആൻഡ് ലൈഫ്, വെരി ഇമ്പോർട്ടൻറ്റ്, ജലം നിത്യജീവിതത്തിൽ അല്ലെ. വാട്ടറിനെ പറ്റി വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെന്റ്സ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ 3-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി 4 ചാപ്റ്ററെ നമുക്ക് ഈ പാർട്ട് 1-ലുള്ളൂ, ജീവനുള്ള വിത്തുകൾ അല്ലെ, സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ് നമ്മളുടെ 4-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ സീഡ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങള്, വിത്ത് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങള്, ഇലകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റി അല്ലെ, ഇപ്പൊ പേരുകൾ അറിയാൻ പറ്റി. അപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളം മീഡിയം ആയിക്കോട്ടെ ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, 2 പേരെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള കോൺസെപ്റ്റുകളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉള്ളത് പുതിയ ടേംസ് ആണ്, പുതിയ കുറെ വാക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തുടക്കം മുതൽ എഴുതി ായിട്ട് തന്നെ നമുക്ക് പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാലും എക്സാമിനും നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റണം, അതും കൂടെ നമ്മുടെ മുമ്പിൽ വേണം അല്ലെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളും ഞങ്ങളെ കൂടെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടെ ഉണ്ട്. നമ്മുടെ 5-ാം ക്ലാസ്സിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ പൃഥ്വി ബാച്ച് ആണ്. അപ്പൊ പൃഥ്വി ബാച്ചിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള മക്കളൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഇതുവരെ ചെയ്യാത്ത ആളുകൾ, ഇപ്പൊ നമുക്ക് ഒരു 10% ഡിസ്കൗണ്ട്
ഉണ്ട്. എല്ലാ കാലത്തും ഇത് ഉണ്ടാവില്ല അല്ലെ, ലിമിറ്റഡ് സീറ്റ് ആയിരിക്കില്ലേ. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പാരന്റ്സിനോട് ഈ കാര്യം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. കാര്യം വെക്കേഷൻ ആയതുകൊണ്ട് ജോയിൻ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കാദമിക് ഇയർ കംപ്ലീറ്റ് ആയിട്ട് 5ാം ക്ലാസ്സിന്റെ എക്സാം എഴുതുന്നവരെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. സോ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ തുടങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാപ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ ഒരു ക്ലാസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ബാച്ചിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ലൈവ് ഒക്കെ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിലും ഒന്നുമില്ല, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് 2 പ്ലാൻ ഉണ്ട്, ബേസ് പ്ലാനും ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാനും ഉണ്ട്. അപ്പോൾ ബേസ് പ്ലാൻ ആയാലും ഇൻഫിനിറ്റി പ്ലാൻ ആണെങ്കിലും നമുക്ക് നോർമലി ലൈവ് ക്ലാസ്സുകളും ആ ലൈവ് റെക്കോർഡഡ് ആയിട്ട് കിടക്കുന്ന ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 4 ചാപ്റ്റർ ഉണ്ടല്ലോ, അപ്പോൾ 4 ചാപ്റ്ററും റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളെ ബാച്ചിൽ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേൾ വീഡിയോസ് എന്നാ പറയാ കേട്ടോ, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് കിടക്കുവാണത്. അപ്പോൾ അവിടെ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ബെസ്റ്റ് ഇൻഫിനിറ്റി പ്ലാൻ ആണ്. മാത്രമല്ല റിവിഷൻ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഫ്രീ ആയിട്ടുള്ള ആക്സസ് കിട്ടും നിങ്ങൾക്ക് ഇൻഫിനിറ്റി പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്താൽ. അപ്പൊ 2 പ്ലാനും കൃത്യമായിട്ട് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്നത്, പാരന്റ്സിനാണ് അത് അറിയുന്നത് അല്ലെ, അപ്പൊ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ പ്രൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പൊ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ അടിപൊളിയായിട്ട്, ഇത് പാർട്ട് 1 മാത്രമേ ആയിട്ടുള്ളൂ, പാർട്ട് 2 ഇതിലും കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാം നമുക്ക് സെറ്റ് ആക്കണം. സോ നമ്മുടെ ബാച്ചിൽ കാണാം. ബൈ.